സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ താരം പ്രഭാവതി അമ്മയാണ് നമുക്കൊപ്പമുള്ളത്. അമ്മ ഭയങ്കര വൈറലായി, ആളുകൾ കണ്ടിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് അങ്ങ് തകർക്കുകയാണ്. എന്തായിരുന്നു ആ വഴിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിവിടെ കുറേ കാലമായി നടക്കുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുന്നിൽ പെട്ടാൽ ഒരുപാട് പക്ഷേ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രാഫിക് പോലീസ് കമ്മീഷണർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ മാലൂർക്കുന്നാണല്ലോ അതിൻ്റെ ഓഫീസ്. കഴിഞ്ഞ വർഷം ഒരു വർഷമായില്ല, അത് ഒരു വർഷത്തെ ഏപ്രിൽ മെയിലാണെന്ന് തോന്നുന്നു ഞാൻ കൊടുത്ത്. ഒരു ഏപ്രിൽ മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പരാതി അവർക്ക് കൊടുത്താൽ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പെറ്റി അടിക്കുക, ഒരു ഫൈൻ ഈടാക്കുക, പിന്നെ അവരെ ക്ലാസ്സിലിരുത്താം. അതെന്നോട് പറയും ചെയ്തു അവർ. പക്ഷെ അത് അവിടെ ഞാൻ പോയി കൊടുത്തുകൊണ്ട് അത് കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ട് അത് നേരെ തിരുവനന്തപുരത്ത് മെയിൻ അവരതിൻ്റെ ഹെഡ്, ഏറ്റവും സൂപ്പർ ഹെഡിൻ്റെ അടുത്ത് എത്തുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഈ പയ്യനെ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിരുന്നു അന്ന്. ഇതേപോലെ വീഡിയോ എടുത്തിട്ട് ആ നമ്പർ വെച്ച് അവനെ തപ്പിയെടുത്തു, പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയപ്പോൾ സാർ എന്നെ വിളിച്ചു ഇവിടെ. അപ്പോൾ എന്നോട് വെച്ച് അവനെ കാണണ്ടേ. അപ്പോൾ ഞാൻ അവനൊരു ഇടി കൊടുത്തിട്ടുണ്ട്. അത് എന്നെ തള്ളക്കൊക്കെ വിളിച്ചിരുന്നു. പോരാത്തത് എന്നെ ഭ്രാന്തി വിളിച്ചു, എന്നെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ടാണ്. ഞാൻ പരാതി കൊടുക്കാൻ പറ്റില്ല, അതൊക്കെ ഞാൻ ഒഴിവാക്കാറാണ് സാധാരണ. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് എനിക്ക് കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാനത് കൊടുത്തു. അങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ്, ആയിക്കോട്ടെ. അപ്പോൾ സാറ് പിന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവനെ കാണണ്ടേന്ന് ചോദിച്ചു. നിങ്ങൾ അവൻ്റെ മുഖത്ത് ഇടിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു സാർ ഇടിച്ചിട്ടുണ്ട്, കാരണം എൻ്റെ തന്തനും തള്ളാനും വിളിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് വിട്ടു. അപ്പോൾ സാറ് ചിരിച്ചു. അത് ഓക്കെ, ഞങ്ങൾ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അവിടുന്ന് ഹെഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, ഈ ഫോൺ നമ്പർ ഒന്ന് ശുഭയാത്രേൻ്റെ ഒരു ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അയച്ചിട്ട് ഒരു പ്രാവശ്യം അയച്ചപ്പോൾ പിന്നെ വീണ്ടും അവർ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ ചോദിക്കണം, എപ്പോൾ ഇവിടെ ഏത് സമയം. പിന്നെ എനിക്കത് ചിലപ്പോൾ ഇതിൽ നിന്ന് ഫോണിലൊന്നും തപ്പിയെടുക്കാനുള്ള സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് വിട്ടു. ഇപ്പോഴും എൻ്റെ വീഡിയോ കാണണം, ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. ഈ കഴിഞ്ഞ ആഴ്ച അടുത്തത്. അപ്പോൾ അല്ലാത്തൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. കുറേ ഇതാകുമ്പോൾ നമ്മൾ ജാമാവുമല്ലോ ഫോൺ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരു 3 തവണയെങ്കിലും ഞാനിവിടെ തർക്കമുണ്ടാക്കി. 3ാമത്താണ് ഈ കേസ്. ഞാനിവിടുന്ന് പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ അയാൾ ഇങ്ങനെ എതിരെ വരുന്നു. നിങ്ങൾ കാണുന്നില്ലല്ലോ വീഡിയോ. അപ്പോൾ എന്നോട് മാറാനാണ് പറയുന്നത്. ഞാൻ എങ്ങോട്ടാണ് മാറുക നിങ്ങൾ ചോദിക്കും. നോക്കൂ, ഒരു ഫുട്പാത്തിൽ പോകുന്നൊരു കാൽനടയാത്രക്കാരനോട് പറയുകയാണ് വണ്ടിയിൽ വന്നിട്ട് നിങ്ങൾ മാറുമെന്ന് പറഞ്ഞാൽ അവൻ്റെതാണ് ഈ സ്ഥലം എന്നുള്ളതല്ലേ അവൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങോട്ട് മാറാം, റോഡിലേക്ക് പോകുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഞാൻ വണ്ടി ചരിച്ചിട്ട് എന്നോട് ഇതിലെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ വഴിയിലൂടെ പോകണം, ഇത് ഫുട്പാത്തിൽ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ളതാണ്, കാൽനട യാത്രക്കാരന് പോകാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡയലോഗ് അടിച്ചു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നിങ്ങൾ നിയമം പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിയമമല്ല, നിയമത്തിൻ്റെ വഴിക്ക്, അതെനിക്കറിയാലോ നിയമത്തിൻ്റെ വഴി ഇതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിയമത്തിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് പോകണം, എനിക്ക് വഴിക്ക് പോകണം. അപ്പോൾ അവന് തർക്കിച്ച് ഞാൻ അപ്പോഴാണ് തർക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് ഒരു നമ്പറെങ്കിലും നമുക്ക് വേണമല്ലോ, ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഫീസ് കിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ എടുത്ത് പിന്നെ വിളിച്ചു, ഫോൺ ചെയ്യാൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു അവന് ഇങ്ങനെ ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ടേണിങ് ഇല്ല, നിങ്ങൾക്ക് ബാക്കോട്ട് എടുക്കാം, ടേണിങ്ങിന് ഞാൻ തരില്ല, അത് ഉറപ്പാണ്. എന്നെ കവർ ചെയ്ത് അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ എന്താ പറയുക, അവന് വേണമെങ്കിൽ സ്പീഡ് അടിച്ചിട്ട പോക്ക് പോകാം. ഞാൻ പോയിട്ടുണ്ട് പലരും. എന്നോട് ഇതാ ഇളനീ കുടിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോയിട്ട് ഒറ്റയടിക്ക് കയറിപ്പോയിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ബാക്കോട്ട് എടുക്കുമെന്ന് പറ്റുള്ളൂ. അപ്പോൾ അവൻ ബാക്കോട്ട് എടുത്തു. ഇത് ഉള്ളതുകൊണ്ട് അവൻ ബാക്കോട്ട് എടുത്ത് പോകുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ജയിച്ചു എന്ന് എനിക്കൊരു കോംപ്ലിമെൻറ്റ് തന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരും ആളുകളൊക്കെ നോക്കുന്നുണ്ട്, ട്രാഫിക് ജാമുണ്ട്. അപ്പോൾ എല്ലാവരും മുകളിലോട്ട് നോക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ആണെന്നൊന്നും അറിയുന്നില്ല, ക്യാമറയല്ലേ. അപ്പം ഞാൻ എൻ്റെ ധാരണയിൽ അവൻ ഫോട്ടോ എടുത്താണ്, അവിടെയുള്ള ആരെങ്കിലും സ്റ്റാഫോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ എടുത്താണെന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഇന്നലെ വൈകിട്ടാണ് പിന്നെ എൻ്റെ ചേച്ചിയുടെ മോള് അവൾ എന്നോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെ വൈറലായല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ വൈറലായതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, നോക്കൂ. അപ്പോൾ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അവൾക്കറിയാം. അപ്പോൾ അവളെ ഞാൻ ഫോളോവറാണ്. അപ്പോൾ അവളെന്നെ ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് മെസ്സേജൊന്നും നോക്കാൻ എനിക്കറിയില്ല. ഞെക്കിയാൽ എവിടെയെങ്കിലും പോകുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനതങ്ങനെ ഓപ്പൺ ആക്കാറൊന്നുമില്ല. അതൊക്കെ അത്യാവശ്യം കാണാം. അപ്പോൾ എൻ്റെ ഒരു കസിനോടെ വന്നു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഒന്ന് നോക്ക് പോലെ എന്ന് പറഞ്ഞപ്പോൾ അവൻ നോക്കി തന്നു, കമൻസൊക്കെ വായിച്ചു തന്നു. അതാണ് വൈറലായതെന്ന് അറിഞ്ഞത്. ഇതിപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും വഴിയിൽ പോകുമ്പോൾ കാണാറുണ്ട് ഇങ്ങനെ ആളുകൾ പോകുന്നു, പക്ഷേ പലരും പ്രതികരിക്കാറില്ല. ഈ പ്രതികരിച്ചാൽ ഇവരോടുള്ള പ്രശ്നം അതൊക്കെ, പക്ഷേ അങ്ങനെ ഒരു തോന്നൽ അമ്മയ്ക്ക് ഉണ്ടായില്ല അല്ലേ? ഞാൻ ആദ്യം പ്രതികരിക്കുന്ന ആൾ, ഇതിന് മാത്രമൊന്നുമല്ല. സ്ത്രീകളെ സീറ്റിന് വേണ്ടി ബസ്സിൽ, പിന്നെ ഓട്ടോറിക്ഷക്കാരെ വിളിച്ച സ്ഥലത്തേക്ക് വരാത്തതിന്, കൂടുതൽ ചാർജ് ചോദിക്കുന്നതിന്, അങ്ങനെയൊക്കെ ഞാനിത് അവിടെ പാർക്കിംഗ്, നിങ്ങൾക്ക് അറിയാലോ, ഇവിടുത്തെ പാർക്കിംഗ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെ 5 ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ ട്രാഫിക്.
പക്ഷേ ഇതൊരു 25 ഓട്ടോറിക്ഷ ഉണ്ടാവും ചിലപ്പോൾ രാവിലെ മുതൽ വൈകിട്ടൊക്കെ. അപ്പോൾ അത് ശരിയല്ലല്ലോ. കാൽനട യാത്രക്കാരന് പോകാൻ അപ്പോഴും വഴിയില്ല. അപ്പോൾ അവിടെ ഉണ്ടാവും ബൈക്കാരൻ, കടയിൽ പോയവനും മറ്റവനും ഒക്കെ ഇങ്ങനെ വഴക്ക് നിരത്തിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട്. എന്താണ് ഈ പ്രതികരിക്കാനുള്ള ഒരു ബാക്കപ്പ് എന്താണ്? ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അമ്മ ശരിക്കും ഇപ്പോൾ? ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ സ്വസ്ഥമാണ്. ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്നു, വാർഡനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് പൊളിറ്റിക്സിലുണ്ടായിരുന്നു 73 മുതൽ. 1973 മുതൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് എൻ്റെ കാലഘട്ടം അടിയന്തരാവസ്ഥയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗംഭീര കാലമാണല്ലോ. അതല്ലേ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ ഫയറാ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാവനും എൻ്റെ ഒരു അമ്മാവൻ 48 കമ്മ്യൂണിസ്റ്റുകാരനാണ്. 48 കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അന്നത്തെ പാർട്ടി വളണ്ടിയർ. പിന്നെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദർ എന്നെ പൊളിറ്റിക്സിൽ കൊണ്ടുവന്നു. അങ്ങനെ അത് പണ്ട് വീട്ടിൽ ഒരു സാമൂഹ്യ മുന്നേറ്റം കണ്ടില്ലേ, കാവാണ്. അപ്പോൾ അതിൻ്റേതായൊരു കൂട്ടായ്മകൾ വേറെ ഉണ്ട്. നമ്മൾ ഉത്സവം നടക്കുമ്പോൾ ആളുകൾ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് നമുക്ക് ഒരു എനർജി നമുക്കുണ്ടല്ലോ പ്രതികരിക്കാനുള്ള. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്കതിനൊരു തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കളരി പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ സൈക്ലിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. 70 ആ സമയത്ത് ആ സമയത്ത് ഇന്നൊക്കെയാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിൽ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ബ്രദർ എനിക്കൊരു വലിയ സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മാവനാണെങ്കിൽ ഒരു അമ്മാവൻ വളരെ സോഷ്യൽ മൈൻഡഡാണ്, മൂപ്പര് വായനക്കാരനാണ്. അപ്പോൾ വായനശാലയായിട്ട് ബന്ധപ്പെടുത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വായനശാലേൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് രാഷ്ട്രീയം എപ്പോഴാണ് അവസാനിപ്പിച്ചത്? അത് അവസാനിപ്പിച്ചിട്ടില്ലേ? 96 അവസാനിപ്പിച്ചത്. 96 അവസാനിപ്പിക്കുക. അത് ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് നമ്മുടെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ ഞാനിവിടെ സജീവമായിട്ട് മഹിളാ അസോസിയേഷൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഗൗരിയമ്മ നേതൃത്വം കൊടുത്ത കേരള മഹിളാ ഫെഡറേഷൻ്റെ ആദ്യത്തെ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു ഇവിടുത്തെ. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. പിന്നെ 96 ചെറിയ പ്രശ്നം ഉണ്ടായി, എൻ്റെ ജോലി സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതിൽ അവരെ നിലപാട് എനിക്ക് ചോദിച്ചാൽ അവർ പറയുമ്പോൾ അവർ വേറെ പറയും. അതിപ്പോൾ നമ്മൾ ആ ചർച്ചയാക്കണ്ട. പാർട്ടിയുടെ നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല. അതെ നിലപാടല്ല, നമ്മൾക്ക് സപ്പോർട്ട് തരുന്നതിന് പകരം അവർ വേറൊരു മൂടാണ് എടുത്തത്. അപ്പോൾ അതിൽ അത് പിന്നെ ചർച്ച ചെയ്യണം. ഇപ്പോഴും ആ കനലുകളുണ്ടോ, അതോ ഇപ്പോഴും അങ്ങനെ പാർട്ടി ആഭിമുഖ്യമൊന്നും ഇല്ലേ? ഇല്ല, പാർട്ടിയോട് ഇപ്പം നമുക്ക് തീരെ യോജിപ്പില്ല. കാരണം എന്നോട് ചെയ്തല്ല, സ്വന്തം താല്പര്യത്തിനുപരി പ്രസ്ഥാനത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സർക്കാരിനെയോ നേതാക്കളെയോ ഒന്നും ശ്രദ്ധിക്കാറില്ല. ആരും ശ്രദ്ധിക്കാറില്ല, ആരോടും മൈൻഡില്ല. മുഖ്യമന്ത്രിയൊക്കെ 2ാം വട്ടമാണ് ഭരണം കഴിഞ്ഞ്, ഇനി 3ാം വട്ടത്തിലേക്ക്. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, ഈ പെൻഷൻ ഇവരാണ് നടപ്പാക്കിയത്. അത് നായനാരുടെ കാലത്താണിത്. ഇപ്പം വിധവാ പെൻഷൻ. എൻ്റെ ഇവിടെ ഈ ഒരു കൂട്ടു ഫാമിലി ആയിരുന്നു ഇവിടെ എൻ്റെ ഒരു അമ്മേൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് ഞാൻ LP സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ അവർക്ക് അന്ന് വിധവാ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ? അന്ന് 25 രൂപയാണ്. പോസ്റ്റ്മാൻ കൊണ്ടുവന്നാൽ നമ്മൾ അന്ന് 50 പൈസയ്ക്കാണ് കൊടുക്കുക. അവർ ആ കാലഘട്ടത്തിൽ പെൻഷൻ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ അത് ഗ്രാജുവലി അങ്ങനെ മാറി ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത് 2 പെൻഷനുകളാണ്. ഏതാണ്? ഒന്ന് കർഷക തൊഴിലാളി പെൻഷനും ഒന്ന് പിന്നെ തൊഴിലില്ലായ്മ വേതനം. അത് നമ്മൾ അത് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തത് തന്നെയാണ്. പിന്നെ ഇപ്പോഴെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, ഇത് അവർ ഔദാര്യമായി തരുന്നതെന്നാണ് പറഞ്ഞത്. ആണോ എന്ന് എനിക്ക് തോന്നുന്നു. അവകാശമല്ല, അതൊരു സമാശ്വാസമായി നമുക്ക് സർക്കാർ തരുന്നതാണ് അല്ലേ? നികുതിപ്പണം എടുത്തിട്ട് നിങ്ങളോട് പെട്രോളിന് വില കൂട്ടുമ്പോൾ 2% സെസ് ഏർപ്പെടുത്തുമ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇത് ഞങ്ങൾ ഇന്ന ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങളന്ന് സമരം ചെയ്യാതിരുന്നത്, ഇത് പാവപ്പെട്ട ഇന്ന ആളുകൾക്ക് കൊടുക്കാനാണ്. എന്നിട്ട് അതെന്ത് ചെയ്തു? അതെങ്ങോട്ട് പോയി? എന്നിട്ട് ഓരോ വർഷവും 100 രൂപ കൂട്ടും. നിങ്ങൾ ആലോചിച്ചോ, ഒരു പ്രമേഹ രോഗി, ഒരു ബ്ലഡ് പ്രഷർ രോഗി, അവന് മരുന്ന് വാങ്ങാൻ എത്ര പൈസ വേണം? വലിയ പൈസ ചിലവാണ്. അപ്പോൾ അതിന് തികയോ? ഒരു 2000 രൂപ, ഇപ്പോൾ 2000 രൂപ നിലവിലെന്ന് പറയാം. ഈ 2000 രൂപ കൊണ്ട് ഒരു മാസം ഒരാൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ റേഷൻ കിട്ടുന്നുണ്ടാവാം, റേഷൻ സബ്സിഡിയോ സൗജന്യമോ ഒക്കെ ഉണ്ടാവാം. എന്നാൽ പോലും അവന് തികയോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. എന്നിട്ട് പറയുകയാണ് തെണ്ടികൾ വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടപ്പോൾ പിന്നല്ലാതെ നമ്മൾ രാഷ്ട്രീയം വായിക്കാറുണ്ട്. രാഷ്ട്രീയക്കാരിയാണ് മനസ്സിലെപ്പോഴും നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവണമല്ലോ, വേണ്ടേ? രാഷ്ട്രീയ നിലപാടുകൾ വേണം എപ്പോഴും. രാഷ്ട്രീയം ഇല്ലാത്തവൻ അരാഷ്ട്രീയവാദി അല്ലല്ലോ. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. നമ്മളിതിനെ ചർച്ച ചെയ്യണം, നമ്മളത് അറിയുന്നവരോട് പറയണം, അവർ പറയുമ്പോൾ അതിന് മറുപടി പറയണം. അല്ല, ഇപ്പോൾ 3ാം തവണ ഭരണം വരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. വേണ്ടെന്ന് സാഹിത്യകാരന്മാരൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ അഭിപ്രായം എന്തായി? 3 വേണോ? എങ്ങനെയാണ് രാഷ്ട്രീയക്കാരി? അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടണോ? നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാത്തിരുന്ന് കാണാം. പലതും കണ്ട് ഈ വാർഡ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 60 വർഷമായിട്ട് കയ്യിൽ വെച്ചിരുന്ന കുരുവട്ടൂർ പഞ്ചായത്ത് തിരുത്തിയാട് വാർഡ് ആര് കൊണ്ടുപോയി? വർഗീയവാദികൾ എന്ന് ഇവർ വിളിച്ച് ആക്ഷേപിച്ചിരുന്നവർ കൊണ്ടുപോയി അല്ലേ?
ആര് ഉണ്ടാക്കിയെടുത്ത ആ സിസ്റ്റം? ആരുണ്ടാക്കി? ആര് വളം വെച്ചു? എന്തുകൊണ്ട് അങ്ങനെ ജനം മാറി ചിന്തിക്കേണ്ടി വന്നു? ഒരു മാറ്റമാണ്. അതേ മാറ്റം മാത്രമാണ് മാറാതെ ഈ ലോകത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ നേതാവ്. ഓക്കെ, അങ്ങനെയല്ലേ? അവൻ മാറ്റം വരട്ടെ. അല്ല, എല്ലാവരും ഒരു കുത്തകയായിട്ട് ഇത് വരിക്കണം. നമ്മൾ എന്തായിരുന്നു പണ്ട് പറഞ്ഞത്? കരുണാകരൻ കുടുംബാധിപത്യം, മറ്റവര് കുടുംബാധിപത്യം എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെയല്ലേ നടന്നത് അല്ലേ? ഇവിടെ കുടുംബാധിപത്യം അല്ലേ? ഉണ്ടോ? ആരാ? ഇവിടെ ഇല്ലേ? അമ്മായിപ്പനും മരുമകൻ. ഞാനിത് പറഞ്ഞാൽ കുറച്ച് കൂടി പോവും, വെറുതെ വിട്ടേക്ക്. എന്തായാലും ഇനിയും വഴിയിൽ കണ്ടാലും അല്ലെ ഇങ്ങനത്തെ ഒരു അനീതി കണ്ടാൽ നിയമം ലംഘിക്കുന്ന കണ്ടാൽ പ്രതികരിക്കും. അതിനൊരു മാറ്റമില്ല. അതെനിക്ക് ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും എന്നെ ഭ്രാന്തി ധരിച്ചുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞാലും ഞാൻ ചെയ്യാറുണ്ട്. എന്തായാലും വലിയ ഫയറാണ്. ഇന്ന് മാത്രമല്ല, ഫയർ ആയ കാലത്തും അല്ലെങ്കിൽ ഇപ്പോഴും ആയ കാലം തന്നെയാണല്ലേ. വയോധിക എന്ന ടൈമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരാളാണ്. കാരണം വയോധികന്റെ ലേബലൊക്കെ മാറി. ഇപ്പൊ വയസ്സ് കിട്ടില്ല, 80 വയസ്സായാലേ വയോധികരാവുന്നുള്ളൂ. എന്തായാലും അങ്ങനെയാണ് അമ്മ പറയുന്നത്. ഇനിയും വഴിയിൽ കണ്ടാലും ഇത്തരം നിയമലംഘനം ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.